നോക്കൂ, കേരളത്തിലെ പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു രീതിയിലുള്ള ബഹളവും നമ്മൾ കണ്ടില്ല. പിന്നീട് എന്താ സംഭവിക്കുന്നത്? ഇതിന് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ 30ാമത്തെ SNDP യോഗം ജനറൽ സെക്രട്ടറി ആയ ശേഷമുള്ള അദ്ദേഹത്തെ ആദരിക്കൽ ചടങ്ങ് വരുന്നത്. അപ്പോൾ പിണറായി വിജയൻ മുഖ്യമന്ത്രി വരുമോ എന്നൊരു ആശങ്കയൊക്കെ ഉണ്ട്. ഒരു കുഴപ്പമില്ല, അദ്ദേഹം വന്നു എന്ന് മാത്രമല്ല, അദ്ദേഹം അന്ന് വന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞത് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതിനെ തെറ്റിദ്ധരിച്ചാൻ സാധ്യതയുണ്ട്, അദ്ദേഹം പറയുമ്പോൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കണമെന്നാണ്. എന്നിട്ടോ ഈ പിണറായി വിജയൻ പൊന്നാടെ അണിയിച്ചിട്ട് പോയതിൻ്റെ അടുത്ത ദിവസം ആളുകൾ ചോദിക്കും, പറഞ്ഞു എനിക്കൊരു മാറ്റമില്ല, ഞാൻ പറഞ്ഞത് അങ്ങനെ തന്നെയാണ് എന്നാ പറഞ്ഞത്. അതേ വെള്ളാപ്പള്ളി നടേശൻ 3 മാസത്തിന് ശേഷം ഇതാ വീണ്ടും അതേ വാദം ആവർത്തിക്കുന്നു. അപ്പോൾ വെള്ളാപ്പള്ളി നടേശന് യാതൊരു മാറ്റവുമില്ല. അദ്ദേഹത്തിൻ്റെ ഒരു സ്ട്രാറ്റജിയുണ്ട്. ആ സ്ട്രാറ്റജിയുടെ ഭാഗമായി 2015 തുടങ്ങിയതാണ് ആ യാത്ര, BDJS വഴിയുള്ള രാഷ്ട്രീയ യാത്ര. കേരളത്തിൽ പിണറായി വിജയനെയും കേന്ദ്രത്തിൽ മോദിയെയും ഒരേ സമയം പുകഴ്ത്തുന്ന, 2 വള്ളത്തിൽ കാല് വയ്ക്കുന്ന ഒരു പ്രത്യേകതരം രാഷ്ട്രീയ നേതാവാണ്.